എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടം ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല, അത് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. തനിക്ക് യാതൊരുവിധ അറിയിപ്പും കിട്ടിയിട്ടില്ല, പിന്നെ എന്തിനു ഹാജരാകണം, മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ താൻ എന്തിനു ഹാജരാകണം എന്ന ഒറ്റ ചോദ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് എന്തായാലും ഹാജരാകണം എന്ന അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്നുള്ള മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ ഇന്ന് ഹാജരാകണമെന്ന് അറിയിച്ചിരുന്നു. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹാജരാകുമെന്നാണ് രാഹുലിന്റെ പ്രതികരണം. രാഹുലിന്റെ ചോദ്യം ചെയ്യലിൽ ഇന്ന് ഹൈക്കോടതിയുടെ അപ്പീല് തീരുമാനം അനുസരിച്ചാകും അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനെ പോലീസ് വിവരം അറിയിച്ചിരുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീരുമാനപ്രകാരം രാഹുലിനെ ചോദ്യം ചെയ്യില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസുകളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി നടപടിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഹർജിയാണ് ഇതിലൊന്ന്. ഈ കേസിൽ രാഹുലിനെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് ജസ്റ്റിസ് കെ ബാബു കഴിഞ്ഞയാഴ്ച നിർദ്ദേശിച്ചിരുന്നു. ഈ കേസിൽ വിശദമായ വാദം ഇന്ന് നടക്കും. ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളി യുവതിയുടെ പരാതി രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ഇതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ജയചന്ദ്രന്റെ ബെഞ്ച് പരിഗണിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനുള്ള സാധ്യതയാണ് മങ്ങുന്നത്. ചോദ്യം ചെയ്യലിനെ ഹാജരാകണമെന്ന് അറിയിച്ചുകൊണ്ട് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും കിട്ടിയില്ല എന്ന് കൃത്യമായി രാഹുൽ മാങ്കൂട്ടം പറയുന്നു. അതേസമയം രാഹുൽ തിരുവനന്തപുരത്തേക്ക് വരാൻ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ ഇന്ന് അഡ്വക്കേറ്റ് എസ് രാജീവിന്റെ തീപ്പൊരി പോരാട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കുക, ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂല വിധി ഉണ്ടാവുക, അത് തന്നെയായിരുന്നു എസ് രാജീവിന്റെ ആവശ്യം. കാരണം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഒരു കേസ് കോടതി എടുത്തത്. ആ ഘട്ടത്തിൽ അദ്ദേഹം കോടതി പറഞ്ഞിരുന്ന ഒറ്റ കാര്യം, കോടതിയോട് എസ് രാജീവ് പറഞ്ഞ കാര്യം, പ്രോസിക്യൂഷൻ എന്തെങ്കിലും പറയാനുണ്ടോ, പ്രോസിക്യൂഷൻ എന്തെങ്കിലും വാദിക്കാനുണ്ടോ, അവർക്ക് സമയം വേണമോ എന്നുള്ളതാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞു സമയം വേണം എന്ന് തന്നെ പറഞ്ഞു. അപ്പോഴാണ് എസ് രാജീവ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട കോടതി ഈ കേസിലെ പ്രതിഭാഗത്ത് നിൽക്കുന്ന തന്റെ കക്ഷി, അതായത് MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ ഒരു സംഘം തിരിയുന്നുണ്ട്, അറസ്റ്റ് തൽക്കാലത്തേക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു നീക്കം നടത്തിയിരുന്നു. എന്തായാലും എസ് രാജീവ് കൃത്യമായി തന്നെ ആണ് കാര്യങ്ങൾ നീക്കിയത്. മാത്രമല്ല പാലക്കാട് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ബുദ്ധിപരമായി കളിച്ചു. കാര്യം പാലക്കാട് എത്തി രാഹുൽ മാങ്കൂട്ടത്തെ ഈ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മാധ്യമപ്പട എന്നാണ് എടുത്തു പറയേണ്ടത്, മാധ്യമപ്പട യക്കത്തിനെ വളഞ്ഞപ്പോഴും രാഹുൽ മാങ്കൂട്ടം അക്ഷരം ഒന്നും പറഞ്ഞിരുന്നില്ല. അത് ഭാവിയിൽ ഒരു കോടതി അലക്ഷ്യമായി മാറാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടം ഇക്കാര്യം പറയാത്തത്. കാരണം രാഹുൽ ഈശ്വറിനെ തന്നെ മനസ്സിലാക്കും. രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ ഇരിക്കെ വീട്ടിലേക്ക് തെളിവെടുപ്പിന് വന്നപ്പോൾ എല്ലാ ഘട്ടത്തിലും മാധ്യമങ്ങളെ കാണുമ്പോൾ അലറി വിളിച്ച് തന്റെ എതിർപ്പ് പറഞ്ഞുകൊണ്ടേയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീഡിയോ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ പക്ഷെ അങ്ങനെ കേൾക്കില്ല, ഞാൻ അങ്ങനെ ചെയ്യും, ഇവരുടെ കള്ളക്കേസിൽ പെടുത്തിയിരിക്കുകയാണ്, കള്ളക്കേസിൽ കൊടുക്കുകയാണ്, ഞാൻ വീണ്ടും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭിഭാഷകരുടെ മുമ്പിൽ കടന്നും പോലീസിന് മുമ്പിൽ കടന്നും മാധ്യമങ്ങളുടെ മുന്നിൽ കടന്നും രാഹുൽ ഈശ്വർ അത് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞത്. കോടതിയിൽ അത് വാദപ്രതിവാദങ്ങൾക്കിടയിൽ ജഡ്ജി എടുത്തു പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം മനസ്സിലായിക്കൊണ്ട് എസ് രാജീവ് പറഞ്ഞു ഒരു അക്ഷരം പോലും മിണ്ടരുത്, തിരിച്ചും മറിച്ചും മാധ്യമ വിചാരണ ഉണ്ടാകും, ഒരു അക്ഷരം പോലും ഒരു കണിക പോലും പുറത്തേക്ക് പോകരുത്, അതൊരു പക്ഷേ നിനക്ക് ഭാവിയിൽ നെഗറ്റീവായി വരാനുള്ള സാധ്യതയുണ്ട്, കോടതി അത് കാണുക തന്നെ ചെയ്യും. ഇപ്പോൾ അത് കോടതി കാണും, അത് കോടതി ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കിയ പിന്നാലെയാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ വരുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഭരണഘടനാ വിരുദ്ധമല്ല, ഭരണഘടനയിലെ ഏതൊരു പൗരനും നൽകിയിരിക്കുന്ന അവകാശം പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനും. കാരണം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടില്ല, അറസ്റ്റ് ചെയ്ത് ഒരിടത്തേക്ക് മാറ്റിയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒളിവിലുമല്ല, പിന്നെ എന്തുകൊണ്ട് വോട്ട് ചെയ്യാതിരിക്കണം എന്ന ചോദ്യത്തിനാണ് രാഹുൽ കൃത്യമായി വോട്ട് ചെയ്യാൻ വന്ന് അതിനുള്ള മറുപടി നൽകിയത്. എന്തായാലും ഇന്ന് നിർണായകം തന്നെയാണ്, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയാനായി. സെഷൻസ് കോടതിയുടെ വിധി എന്താകും, അതുപോലെ ഹൈക്കോടതിയുടെ നീക്കം എന്താകും ഒക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി നടപടിക്കെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ കേസിൽ രജിസ്റ്റർ ചെയ്ത കെ ബാബു കഴിഞ്ഞ ആഴ്ചയാണ് തൽക്കാലത്തേക്ക് തടയണം, അറസ്റ്റ് തടയണം, 15-ാം തീയതി വരെ, ഇന്ന് വരെ അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിലപാടെടുത്തത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട പാലക്കാട് നഗരസഭയിൽ നിയുക്ത കൗൺസിലർമാരെ ചൊല്ലി കോൺഗ്രസിൽ അതൃപ്തി. നഗരസഭയിലെ 2 നിയുക്ത കൗൺസിലർമാരാണ് കഴിഞ്ഞ ദിവസം MLA ഓഫീസിൽ
ഓഫീസിലെത്തി രാഹുലിനെ കണ്ടത്. പാർട്ടി വിലക്ക് ലംഘിച്ചെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. MLA എന്ന നിലയിൽ രാഹുലിനെ കണ്ടതിൽ എന്താണ് തെറ്റെന്ന് നിയുക്ത കൗൺസിലർമാരായ പ്രക്ഷോഭം, വിപിൻ എന്നിവർ ചോദിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF മുന്നേറ്റത്തിന് പിന്നാലെ പോസ്റ്റുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നതും പിന്തുണ നേടിയിരുന്നു. ജനം പ്രബുദ്ധരാണ്. എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് മാത്രം കേൾക്കും, എത്ര മറിച്ചാലും അവർ കാണേണ്ടത് മാത്രം കാണുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടെ പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയത് വലിയ ചർച്ചയായിരുന്നു. 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടം പാലക്കാട് കുന്നത്തൂർ മേട് ബൂത്തിലെ സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂളിലെത്തി വോട്ട് ചെയ്തത്.